നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി. ധാര പോലെ തന്നെ കേരളീയ ചികിത്സകളിൽ പ്രാധാന്യമുള്ളവയാണ് കിഴികളും. ആദ്യമായി ഞവരക്കിഴിയെക്കുറിച്ചറിയാം. സ്വേദ വിഭാഗത്തിലെ പിണ്ടസ്വേദം തന്നെയാണ് യഥാർത്ഥത്തിൽ ഞവരക്കിഴി. ഈ ചികിത്സയ്ക്ക് പ്രത്യേകമായി പാകം ചെയ്തെടുത്ത 8 ഉരുള ശാഷ്ടിക ചോറ്, നവരച്ചോറ് വേണം. ഈ ചോറ് ഉരുള ശരീരത്തിൽ ആസകലം തേച്ചു പിടിപ്പിക്കണം. കൈകൾ, കാലുകൾ എന്നീ ശരീരഭാഗങ്ങളിൽ മാത്രമായി പ്രാദേശിക ചികിത്സ എന്ന നിലയിലും ഇത് ചെയ്യാറുണ്ട്. ഇതിന് ഏതാണ്ട് 1.5 കിലോഗ്രാം കുറുന്തോട്ടി വേര് 24 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 6 ലിറ്ററാക്കി കുറുക്കി ആ കഷായത്തിൽ ഒപ്പത്തിനൊപ്പം പാലും ചേർത്ത് അതിൽ ഏതാണ്ട് 1 കിലോഗ്രാം നവരയരി നല്ലവണ്ണം വേവിച്ച് ചോറാക്കണം. 6 ലിറ്റർ കഷായത്തിൽ നിന്ന് 3 ലിറ്റർ എടുത്ത് അതിൽ 3 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് അതിൽ 1 ലിറ്റർ നവരയരി നന്നായി വേവിച്ച് പിണ്ടിപ്പായസത്തിന്റെ കട്ടിയിൽ പാകം ചെയ്തെടുക്കുന്നു. ഈ പാചകത്തിൽ അങ്ങനെ 6 ലിറ്റർ ദ്രാവകം ഉപയോഗിക്കുന്നു. ഈ പായസം 8 സമഭാഗമാകുന്നു. അവയിൽ ഓരോ ഭാഗവും വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് ഉരുളകളാക്കുന്നു. പിന്നീട് ഈ 8 ഉരുളകളും ബാക്കിയുള്ള 3 ലിറ്റർ കഷായത്തിൽ അത്ര തന്നെ പശുവിൻ പാലും ചേർത്ത് വീണ്ടും ചൂടാക്കുന്നു. ഉരുളകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ രോഗിയെ ധാരാപ്പത്തിയിൽ ഇരുത്തി നിശ്ചിതമായ എണ്ണ തലയിലും ശരീരത്തിൽ മുഴുവനും തേക്കുന്നു. പിന്നെ പിഴിച്ചിലിനു പറഞ്ഞതുപോലെ രോഗിയെ പാത്തിയിൽ കിടത്തുന്നു. പിഴിച്ചിലിനു നിർദ്ദേശിച്ച പോലെ 4 പരിചാരകർ രോഗിയുടെ 2 വശത്തുമായി ഓരോ ചോറ് ഉരുള കൊണ്ട് ഓരോരുത്തർക്കും നിശ്ചയിച്ച പോലെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ സഹിക്കാവുന്ന ചൂടോടെ തടവുന്നു. 2 കൈയും ഉപയോഗിച്ച് കിഴിഞ്ഞെക്കി ഒരേ തോതിൽ നന്നായി തടവുന്നു. 5-മത്തെ പരിചാരകൻ തടവലിൽ തണുത്ത ഉരുളകൾ മാറ്റാൻ ചൂടാക്കിയ ബാക്കി 4 ഉരുളകൾ കൊണ്ടുവരുന്നു. അയാൾ തണുത്ത കിഴികൾ തിരിച്ചെടുത്ത് ബാക്കിയുള്ള കഷായത്തിൽ ചൂടാക്കി വീണ്ടും കൊണ്ടുവരുന്നു. ഇങ്ങനെ ആവർത്തിച്ച് കിഴി മാറ്റുമ്പോൾ ചികിത്സ കഴിയുന്നതുവരെ കിഴികളുടെ ചൂട് ഒരേ തോതിൽ നിലനിർത്താൻ ശ്രദ്ധിക്കണം. പരിചാരകർ ചികിത്സയുടെ സാങ്കേതിക വശങ്ങളിൽ പരിചയസമ്പന്നരായിരിക്കണം. ചികിത്സയുടെ സമയവും ദൈർഘ്യവും എല്ലാം പിഴിച്ചിലിന് വിധിച്ചത് തന്നെ. ഏതാണ്ട് 1.5 മണിക്കൂർ ചികിത്സക്കിടയിൽ ആവർത്തിച്ചുള്ള 3 ലിറ്റർ കഷായവും 3 ലിറ്റർ പാലും മുഴുവനായി ഉപയോഗിക്കപ്പെട്ടിരിക്കണം. ചികിത്സ വിധിയാമ്പണ്ണമാണ് നടന്നതെങ്കിൽ കിഴിയിലെ പായസത്തിന്റെ സത്തെല്ലാം നിരന്തരമായ ഞെക്കൽ കൊണ്ടും ഉഴിച്ചിൽ കൊണ്ടും ശരീരത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കും. 1 മുതൽ 1.5 മണിക്കൂർ വരെയുള്ള ചികിത്സയ്ക്ക് ശേഷം രോഗിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായസത്തിന്റെ അംശം മുഴുവൻ ഓലപ്പുളി കൊണ്ടോ പ്ലാവില കൊണ്ടോ നന്നായി വടിച്ചെടുത്ത് ഉണങ്ങിയ തുണി കൊണ്ട് വൃത്തിയായി തുടച്ചെടുത്ത് നിശ്ചിതമായ എണ്ണ ശരീരത്തിൽ മുഴുവനും തലയിലും വീണ്ടും തേച്ചു പിടിപ്പിച്ച് പിഴിച്ചിലിന്റെ അവസാനത്തിൽ ചെയ്യുന്നത് പോലെ രോഗിയെ കുളിപ്പിക്കണം. അടുത്തത് പച്ചക്കിഴി. ആവണക്കില, എരിക്കില ഇവ രണ്ടും നന്നായി അരിഞ്ഞെടുത്തത്, ശതകുപ്പ, ഉലുവ ഇവ രണ്ടും വറുത്തു പൊടിച്ചത്, പുളിയില, തേങ്ങ ചിരകിയെടുത്തത് ഇവയെല്ലാം സമമായി എടുത്ത് നന്നായി കൂട്ടിക്കലർത്തി 2 തുല്യ ഭാഗമാക്കിയെടുത്ത് വൃത്തിയുള്ള തുണിക്കഷ്ണത്തിൽ ഏതാണ്ട് മധുര നാരങ്ങ വലുപ്പത്തിൽ തൂക്കിപ്പിടിക്കാൻ പാകത്തിൽ തുമ്പിട്ട് കെട്ടി പൊതിയണം. പൊതികളുടെ എണ്ണം 4-8 ആകാം. ഉഴിയേണ്ട ഭാഗം കൂടുതലുണ്ടെങ്കിൽ അഥവാ ശരീരം മുഴുവൻ ഉഴിയണമെങ്കിൽ പരിചാരകന്മാരുടെ എണ്ണവും കൂട്ടണം. ഇങ്ങനെ ഒരുക്കിയ 2 കിഴികളിൽ ഒന്നെടുത്ത് ചെറിയ തോതിൽ കത്തുന്ന തീയിൽ ചൂടാവുന്ന ലോഹച്ചട്ടിയിലോ മൺചട്ടിയിലോ വെച്ച് ചൂടാക്കിയെടുക്കണം. ചട്ടിയുടെ ഉൾഭാഗത്ത് നേരിയ തോതിൽ ആവണക്കെണ്ണയോ വേപ്പെണ്ണയോ പുരട്ടുന്നത് കൊള്ളാം. കിഴി ചട്ടിയിൽ അനായാസം ചലിപ്പിച്ച് ചൂടാക്കാനും കിഴിത്തുണി കരിയാതിരിക്കാനുമാണിത്. രോഗമുള്ള ശരീരഭാഗത്ത് നിശ്ചിത എണ്ണ നന്നായി തേച്ചു പിടിപ്പിക്കുക. പരമാവധി സഹിക്കാവുന്ന ചൂടോടെ കിഴി കൊണ്ട് ശരീരത്തിൽ തടവുക. ചികിത്സക്കിടയിൽ ആദ്യത്തെ കിഴി തണുക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റേ കിഴി പാകത്തിന് ചൂടാക്കി ഉഴിച്ചിലിനു സജ്ജമാക്കണം. കാരണം ചികിത്സ ഇടവിടാതെ നടക്കണം. ഒരു കാരണവശാലും ഉഴിച്ചിൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങിക്കൂടാ എന്നത് പരമപ്രധാനമാണ്. ഈ പ്രക്രിയ വൈദ്യനിർദ്ദേശമനുസരിച്ച് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തുടരണം. ഉഴിച്ചിലിനു ശേഷം ആ ഭാഗത്തെ മരുന്നിന്റെ അവശിഷ്ടം ഉണങ്ങിയ തുണി കൊണ്ട് വൃത്തിയായി തുടയ്ക്കണം. രോഗിയെ തണുത്ത കാറ്റ് തട്ടിച്ചുകൂടാ. അതുപോലെ കിഴികൾ ഉണ്ടാക്കാൻ മുകളിൽ നിർദ്ദേശിച്ച ഘടകങ്ങളെല്ലാം കിട്ടിയില്ലെങ്കിലും കിട്ടാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് കിഴി തയ്യാറാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കിഴിയാണ് പൊടിക്കിഴി. പച്ചക്കിഴിയും പൊടിക്കിഴിയും തമ്മിൽ കിഴി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ ഘടകങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എള്ള്, മുതിര, ഉഴുന്ന്, ഉലുവ, ശതകുപ്പ എന്നിവയാണ് പൊടിക്കിഴിക്കുള്ള മുഖ്യ വസ്തുക്കൾ. ഇതെല്ലാം പൊടിക്കണം. ഈ പൊടികളെല്ലാം തുല്യ അളവിൽ ആവശ്യാനുസരണം 2, 4, 8 കിഴികൾ മധുരനാരങ്ങ വലുപ്പത്തിൽ ഉണ്ടാക്കാൻ പാകത്തിൽ എടുക്കണം. മുകളിൽ എഴുതിയ പൊടികൾക്ക് പുറമെ ഉമിൻതോൽ, വെളുത്തുള്ളി, നാളികേരം ചിരകിയിട്ടത് എന്നിവയും പൊടിക്കിഴിയിൽ ചേർക്കുന്നു.